ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഷാർപ്പ് മോഡലാണ്. ഷാർപ്പ് മോഡൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത് വില്യം ഷാർപ്പാണ്. നമ്മൾക്കറിയാം സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഡെവലപ്പ് ചെയ്ത അതേ വില്യം ഷാർപ്പ് തന്നെയാണ് ഈ ഒരു മോഡലും ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഈ ഒരു മോഡലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ, എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷാർപ്പ് ഇൻഡെക്സിന് വേറെ പേരുണ്ട്, ഷാർപ്പ് റേഷ്യോ എന്ന് വിളിക്കാറുണ്ട്, ചിലവർ റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പല ഓതേഴ്സിൻ്റെയും ബുക്കിൽ പല രീതിയിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കാൽക്കുലേറ്റ് ഷാർപ്പ് ഇൻഡെക്സ് എന്നായിരിക്കും, കാൽക്കുലേറ്റ് പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ യൂസിങ് ഷാർപ്പ് മോഡൽ എന്നായിരിക്കാം, ചിലപ്പോൾ കാൽക്കുലേറ്റ് ഷാർപ്പ് റേഷ്യോ എന്നായിരിക്കാം, ചിലപ്പോൾ കാൽക്കുലേറ്റ് റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ എന്നായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഷാർപ്പ് ഇൻഡെക്സിനാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഷാർപ്പ് ഇൻഡെക്സ് എത്രയും ഹയർ ആണോ അത്രയും പെർഫോമൻസ് ബെറ്റർ ആണെന്നാണ് അസംഷൻ. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഹയർ ആവുന്നോ ഷാർപ്പ് ഇൻഡെക്സ് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഇവിടെ ഷാർപ്പ് ഇൻഡെക്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി മൈനസ് ആർ എഫ് ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ പി, ആർ പി മൈനസ് ആർ എഫ് ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ പി, അതാണ് ഷാർപ്പ് ഇൻഡെക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൽ ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ, ആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ്, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, ചെറിയൊരു ഫോർമുലയാണ്, ഇത് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ആൻസർ ആയിരിക്കും ഷാർപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഷാർപ്പ് റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം നല്ലത് ഹയർ ആണോ അത്രത്തോളം പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് നല്ലതാണെന്നാണ് അസംഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ എഫ് ടീസ് റിട്ടേൺ വാസ് 20% ആൻഡ് ദാറ്റ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എ ഹോൾ വാസ് 15%. അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ എഫ് ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോനെയാണ് അവർ ആ ഒരു പേരിട്ടാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ എഫ് ടി എന്ന് പറയുന്ന കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 20% ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആർ എം എന്ന് പറയുന്നത് 15% ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ വാസ് 10% ആൻഡ് ദാറ്റ് ഓഫ് മാർക്കറ്റ് ഈസ് 5%. അപ്പോൾ സിഗ്മ പി എന്ന് പറയുന്ന 10%, സിഗ്മ എം എന്ന് പറയുന്ന 5%. മാർക്കറ്റും ഇൻ എഫക്റ്റ് ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്, എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ് മാർക്കറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ അതൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കേണ്ട എഫ് ടി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് ആണ്. ഇനി കൂടാതെ ഇൻഫർമേഷൻ തന്നേക്കുന്നത് റിസ്ക് ഫ്രീ റേറ്റ് 6% ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ഷാർപ്പ് മെഷർ ഓഫ് എഫ് ടീസ് പോർട്ട്ഫോളിയോ, എഫ് ടിയുടെ പോർട്ട്ഫോളിയോൻ്റെ ഷാർപ്പ് ഇൻഡെക്സ് എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, കമൻറ്റ് ഓൺ ഇറ്റ്സ് പെർഫോമൻസിനെ പറ്റി കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഫോർമുലയിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം തന്നെ ഫോർമുല എടുത്ത് എഴുതുക, ആർ പി മൈനസ് ആർ എഫ് ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ പി. അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആർ പിയുടെ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ എത്ര തന്നേക്കുന്നത്, എഫ് ടീസ് റിട്ടേൺ വാസ് 20%. അപ്പോൾ ആർ പി നമുക്ക് 20% ആണെന്നറിയാം. ഇനി ആർ എഫ് തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, വേറെ കാൽക്കുലേഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല, 6%. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റിസ്ക് ഫ്രീ റേറ്റ് എന്നായിരിക്കില്ല, നമുക്കറിയാം ട്രഷറി ബിൽസ് എന്നായിരിക്കാം, 182 ട്രഷറി ബിൽസ് എന്നായിരിക്കാം, ഗവൺമെൻറ് ബോൺസ് എന്നായിരിക്കാം. ഇവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് ആർ എഫ് 6% ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ട സിഗ്മ പി ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 10%. നമ്മൾക്കപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എല്ലാം കിട്ടി. നമ്മൾക്ക് ആ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ന്യൂമറേറ്റർ എടുത്ത് എഴുതുമ്പോൾ ആർ പി മൈനസ് ആർ എഫ്, അതായത് 20 മൈനസ് ആർ എഫ് 6% ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പി 10%, അതായത് 14/10 ഈക്വൽസ് 1.4. അതായത് ഈ ഒരു എഫ് ടിയുടെ ഷാർപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 1.4 ആണ്. ഇനി നമ്മുടെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എഫ് ടിയുടെ ഷാർപ്പ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, കാൽക്കുലേറ്റ് ചെയ്തു, 1.4 കിട്ടി. ഇനി നമ്മളെടുത്ത് കമൻറ്റ് ഓൺ ഇറ്റ്സ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസിനെ പറ്റി കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കമ്പയർ ചെയ്യാൻ ഒരു ഇതും കൂടി വേണം. ഇവിടെ കമ്പയർ ചെയ്യാൻ നമ്മൾക്ക് എന്തേ ഉള്ളൂ, മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ മാർക്കറ്റിനെ പോർട്ട്ഫോളിയോ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റിൻ്റെ ആർ പി, മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആർ എന്നാണ്, പക്ഷേ അത് പോർട്ട്ഫോളിയോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ആർ പി എന്ന് തന്നെ എഴുതുകയാണ്. പോർട്ട്ഫോളിയോ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആർ പി എന്ന് പറയുമ്പോൾ എത്രയാണ്, 15% ആണ്. ഡയറക്റ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 15%. അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടി ആർ എഫ് സെയിം തന്നെയാണ്. മാർക്കറ്റിൽ മൊത്തത്തിൽ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് 6% ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് നമ്മൾക്കറിയാം, അല്ലെങ്കിൽ നമുക്കിവിടെ പി എന്ന് എടുക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് എത്രയാണ്, 5%. ഓക്കെ, ഇനി ഷാർപ്പ് ഇൻഡെക്സ് മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഐറ്റംസ് ഉപയോഗിക്കാം. അപ്പോൾ ആർ പി മൈനസ് ആർ എഫ് എന്ന് പറയുമ്പോൾ 15 മൈനസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ 5 ആണ്. ഓക്കെ,
അപ്പോൾ 15 - 6 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 1.8 ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഷാർപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.8ഉം FT എന്ന് പറയുന്ന പോർട്ട്ഫോളിയോൻ്റെ 1.4ഉം ആണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഹയർ ഏതാണോ അതാണ് ബെറ്റർ അല്ലേ. അപ്പോൾ FTയുടെ ഷാർപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.4ഉം മാർക്കറ്റിൻ്റെ 1.8ഉം ആണ്. അപ്പോൾ ഹയർ പെർഫോമൻസ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിനാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് പറയാം FTയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനേക്കാളും അണ്ടർ പെർഫോം ചെയ്തേക്കാണ്. FT ഹാസ് അണ്ടർ പെർഫോം ദ മാർക്കറ്റ് എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഷാർപ്പ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.